അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അൽ ജാമിയ എന്ന് പറയുന്ന പാഠത്തിലെ ഒന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. അൽ ജാമിയ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഈ കോളേജ് എന്നുള്ളത് അത് ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഒരുപാട് റിസർച്ചുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കോളേജ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് ബിരുദവും നൽകുന്നു, സർട്ടിഫിക്കറ്റും നൽകുന്നു. അതുപോലെ തന്നെ BA മുതൽ MA മുതൽ ആ ഒരു സ്റ്റാൻഡേർഡ് മുതൽ ഡോക്ടറേറ്റ് വരെയുള്ള പഠനം ഈ ജാമിയ കോളേജിൽ നടക്കുന്നുണ്ട്. ജാമിയ എന്നുള്ള പദം ജാമി എന്നുള്ള പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അഥവാ എല്ലാവരും വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലം ആയതുകൊണ്ടാണ് അവിടെ ജാമിയ എന്ന് പേര് വെക്കാൻ കാരണം. ഈ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ജീവനാഡിയും നട്ടെല്ലുമാണ്. നമ്മുടെ മുൻ കഴിഞ്ഞ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞതനുസരിച്ച് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ഒരു ശക്തിയാണ് പഠനം, വിജ്ഞാനം എന്നുള്ളത്. നമ്മുടെ ഈ കാലത്ത് അതൊരു ഡെമോക്രാറ്റിക് ജനാധിപത്യമായിട്ടുള്ള ഒരു ശക്തിയാണ്. ആ ശക്തി കൊണ്ട് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെയും അതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റത്തെയൊക്കെ നമുക്ക് ഉടച്ചു കളയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും അതേപോലെ നമ്മുടെ ജനനൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അസമത്വങ്ങൾ ഉണ്ടാവും. ആ അസമത്വങ്ങളെയൊക്കെ നീക്കിക്കളയാനും ഈ വിദ്യാഭ്യാസത്തിന് കഴിയും. അതുപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റുവും പറയുന്നത്. വിജ്ഞാനം എന്ന് പറയുന്നത് അത് മനുഷ്യത്വത്തിലേക്കും അതുപോലെ തന്നെ സഹനത്തിലേക്കും ബൗദ്ധികതയിലേക്കും, ബൗദ്ധികത എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ കോളേജുകൾ നിലനിൽക്കുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ സാഹസികമായ ചിന്തകൾക്കും വേണ്ടിയിട്ടാണ്. ഈ കോളേജുകൾ മനുഷ്യന്റെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അവനെ മുന്നോട്ട് ഗമിപ്പിക്കാൻ കോളേജുകൾക്ക് കഴിയും. അതുപോലെ തന്നെ ഈ കോളേജുകളെല്ലാം അതിൻ്റെതായ അവർ പാലിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ കോളേജുകൾ എന്നുള്ളത് നമ്മുടെ സമുദായത്തിനും രാജ്യത്തിനും വളരെയധികം നല്ലതുമാണ്. അടുത്തതായി കോളേജുകളിൽ പഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി പറയുന്നത്, കോളേജിൽ പഠിക്കലോടുകൂടെ വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന രീതികളും അതുപോലെ തന്നെ പുതിയ ടെക്നോളജികളൊക്കെ മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾക്ക് അവർക്ക് അവസരം ഒരുക്കുന്നുണ്ട്. അതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനാകുന്നു. ചില സമയങ്ങളിൽ രാജ്യത്തിന്റെ പുറത്തു വരെ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവിടെയുള്ള വിദ്യാർത്ഥികളും അവിടെയുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ ഇടപഴകാനും അതുപോലെ തന്നെ ആ ഒരു പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളൊക്കെ പഠിക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പഠനങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ചിന്താപരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തോ നേടിയതായിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഉടനീളം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലീഡർഷിപ്പും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് ക്വാളിറ്റിയൊക്കെ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അവർ അവിടെ പോയി താമസിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മെന്റേഴ്സ് അവരോടൊക്കെ കൂടുതൽ ചങ്ങാതിമാരൊക്കെ ഉണ്ടാവുകയും അവർ കൂടുതൽ കോണ്ടാക്റ്റുകൾ ഉണ്ടാവും. അത് കാരണത്താൽ തന്നെ ടീച്ചേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും, മുന്നേറാൻ കഴിയും. മറ്റൊരു കാര്യം, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുക എന്നുള്ളത് അഥവാ ലേബർ മാർക്കറ്റ് എന്നുള്ളത് വളരെയധികം കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്കില്ലായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഉദ്യോഗസ്ഥരെയാണ് എല്ലാവർക്കും വേണ്ടത്. അത് കാരണത്താൽ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിഗ്രികളും നമുക്ക് ആവശ്യമാവുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ ഡിഗ്രികൾ ആവശ്യമാവുന്നുണ്ട്. ഏത് ജോലിക്കാണെങ്കിലും, അത് ഡോക്ടർ ആവട്ടെ, മെഡിസിൻ ആവട്ടെ, അല്ലെങ്കിൽ അധ്യാപകനാവട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അക്കൗണ്ടിങ്ങോ ലോയോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ളതോ അങ്ങനെ ഏതാണെങ്കിലും, ഏത് ആർട്സ് ആണെങ്കിലും അവിടെയൊക്കെ ഒരുപാട് ഡിഗ്രികൾക്ക് ആവശ്യമാവുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോബിനുള്ള ക്വാളിഫിക്കേഷൻ ലോകത്തെ എല്ലായിടത്തും പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ജോബ് ക്വാളിഫിക്കേഷൻ നൽകുന്നു. അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഒരുപാട് വലിയ സ്ഥാനങ്ങളിൽ എത്തുകയും അതുപോലെ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയർന്ന തലത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് വളരെ നല്ല രീതിയിലാക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. പിന്നീട് ഈ കോളേജുകളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ട് സ്ഥാപിച്ച കോളേജ് അഥവാ അറബ് ലോകത്ത് ആദ്യമായിട്ട് സ്ഥാപിച്ച കോളേജ് ജാമിയത്തുൽ ഖുറവിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മൊറോക്കോയിലാണ്. അത് 825 അത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഫാത്തിമികൾ മിസ്രിലെ അഥവാ ഇന്നത്തെ ഈജിപ്തിലെ കൈറോയിൽ നിർമ്മിച്ച 1925 നിർമ്മിച്ചിട്ടുള്ള ജാമിയ അസ്ഹർ ആണ് രണ്ടാമതായിട്ടുള്ളത്. പിന്നീട് നാം നോക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും പഴക്കമേറിയിട്ടുള്ള കോളേജ് അത് ബൈസന്റീനിയൻസ് 425 സ്ഥാപിച്ചിട്ടുള്ള കുല്ലിയത്തു കോൺസ്റ്റാന്റിനോപ്പിൾ കോളേജാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത് ജാമിയ ബോലോനിയാണ്. അത് ഇത്തോലിയയിലാണ് നിലനിൽക്കുന്നത്. 1088 അത് നിർമ്മിതമാവുന്നത്. ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ തന്നെ നളന്ദ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിരുന്നു.
അതുപോലെ തന്നെ ഈ മെഡീവൽ കാലത്തൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ യൂറോപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒരു ക്രിസ്ത്യൻ കോളേജ് പോലെ അല്ലെങ്കിൽ എന്താണ് പൗരോഹിത്യം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു. അവിടെയല്ല പുരോഹിതന്മാരും പുരോഹിതകളുമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മെഡീവൽ കാലത്ത് ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള കോളേജിന്റെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജാമിയ ബോലോനിയ, അതുപോലെ തന്നെ ജാമിയ മോദീന എന്നൊക്കെ പറയുന്ന കുറച്ച് കോളേജുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ 1-2 ഒക്കെ എഴുതാൻ ഓർമ്മിച്ച് വെക്കാം. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കോളേജുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ മെഡീവൽ സമയത്ത് വരുന്നുണ്ട്. ഇത് കാരണത്താലാണ് നമ്മുടെ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള മോഡേൺ റിനൈസേഷൻ, അത് നഹ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാനം. ഈ നവോത്ഥാനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എന്താണ് ആ അറബി ഭാഷയിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് ഇൽമുകൾ അവരുടെ ലാറ്റിൻ ഭാഷകളിലേക്കും യൂറോപ്യൻ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അതേപോലെ ഒരുപാട് പരിവേഷണങ്ങളും ഒരുപാട് എക്സ്പെരിമെന്റുകളും അവർ എന്ത് ചെയ്തു. എന്നിട്ടുള്ള അവരുടെ ആ ഒരു നോട്ടുകൾ, അവരുടെ എക്സ്പെരിമെന്റിന്റെയും അവരുടെ പഠനങ്ങളുടെയും നോട്ടുകളാണ് പിന്നീട് ഇത്തരത്തിലുള്ളൊരു മോഡേൺ നവോത്ഥാനത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ളത്. അത് ഒരുപാട് കാലം നീണ്ടു നിന്നിട്ടുമുണ്ട്. അതിന്റെ ആസാറുകൾ, അതിന്റെ പ്രതിഫലനങ്ങൾ ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെ 17-ാം നൂറ്റാണ്ട് മുതൽ എന്താണ് വ്യക്തമായി തുടങ്ങിയിട്ടുമുണ്ട്. പിന്നീട് 19-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ലോകത്തുള്ള എല്ലാ നാടുകളിലും യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ വന്നു തുടങ്ങി. കാരണം ഈ നവോത്ഥാനത്തിന്റെയും അതുപോലെ തന്നെ മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിന്റെയും എല്ലാം അടിസ്ഥാനം വിദ്യാഭ്യാസമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങി. ഇന്നത്തെ ഇന്ത്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് 2020 ഇന്ത്യയിൽ 1043 യൂണിവേഴ്സിറ്റികൾ, അതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതുപോലെ തന്നെ 42,343 കോളേജുകളുണ്ട്. അതുപോലെ തന്നെ 11,779 പ്രൈവറ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടെ അമേരിക്കയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ 5,300 കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ലോകത്ത് ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഇന്ത്യയിലും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നീട് നാം പഠിച്ച കാര്യം തന്നെ ഒരു കോൺവെർസേഷൻ മോഡിലാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഏതായാലും നമ്മൾ പഠിച്ചതായതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഈ സംഭാഷണത്തിൽ നമ്മുടെ പാഠഭാഗത്തിൽ ഇല്ലാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിന് വെറും ജോലി വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ അറിവ് നേടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അതുകൂടെ ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം, എന്താണ് അറബി ഭാഷയിൽ എന്താണ് ജാമിയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ജാമിയ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനത്തിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ പഠനത്തിന്റെ പ്രാധാന്യം എന്താണ്? ജീവിതത്തിൽ എന്തുണ്ട്? പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ നാഡി പോലെയാണ്, അതുപോലെ തന്നെ ബാക്ക് ബോൺ പോലെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിയുന്നവരും അറിയാത്തവരും സമന്മാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞ എന്താ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള രീതിയിലാണ് റസൂലിനോട് എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഈ ഭാഷ നമ്മളെന്താണ് പഠനത്തിലൂടെ നമുക്കെന്താണ് സാമൂഹികമായിട്ടുള്ള ഉന്നമനം ലഭിക്കും. അതുപോലെ തന്നെ അതിനോട് കൂടെ നമുക്ക് ഈ ഇന്ദിരാഗാന്ധി പറഞ്ഞതും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, പഠനം കൊണ്ടുള്ള ഉപകാരം എന്താണെന്നാണ് ചോദിക്കുന്നത്. പഠനം കൊണ്ട് നമ്മളവിടെ ഒരുപാട് എന്താണ് ഡോട്ടുകൾ ഇട്ടാണ്ട് ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ നാലാമതായിട്ട് പഠനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് സംഭാഷണത്തിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് യാഥാർത്ഥ്യത്തെയും അതേപോലെ തന്നെ ഹക്കിന്റെയും ബാത്തിലിന്റെ ഇടയിലൊക്കെ വേർതിരിക്കാനുള്ളതാണ്. അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ രീതിയിലൊക്കെ പറയാം, ഈ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെന്താണ് സ്വതന്ത്രമാക്കുന്ന ഒരു ശക്തിയാണ്. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ പറ്റും. അതുപോലെ തന്നെ വെറും പഠനം എന്നുള്ളത് എന്താണ്, വെറും ജോലിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പാണ്ഡിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് കൂടെ എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് എന്താണ്, ജോലിക്ക് വേണ്ടിയാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. പഠിക്കുന്നത് വെറും ജോലിക്ക് വേണ്ടിയിട്ടല്ല, ജോലിയും അതിന്റെ ഭാഗമാവാം, പക്ഷെ എന്തല്ല വെറും ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പഠനത്തിന്. നമ്മളെന്താണ് അറിവ് നേടുക എന്നുള്ളതാണ് പഠനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതെന്താണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ഒരു ശക്തിയാണ്. നമ്മളുടെ ക്ലാസ് സിസ്റ്റം അതേപോലെ തന്നെ ഈ സോഷ്യൽ സിസ്റ്റത്തെയൊക്കെ മാറ്റി മറിക്കാൻ അതിന് കഴിയും. അതേപോലെ തന്നെ ജവഹർലാൽ പറഞ്ഞ എന്താണ്, ഈ കോളേജുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഭൗതികമായിട്ടുള്ള അതേപോലെ തന്നെ ഒരുപാട് ടോളറൻസും കാര്യങ്ങളൊക്കെ നൽകുന്നതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതൊരുപാട് ചിന്തകളും അതുപോലെ തന്നെ
യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളും നൽകുന്നുണ്ട്. അതേപോലെ ലോകത്ത് അറബ് ലോകത്ത് ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മദ്രസയാണ് ചോദിക്കുന്നത്, കോളേജ്. അത് 825 സ്ഥാപിതമായിട്ടുള്ള, മൊറോക്കോയിൽ സ്ഥാപിതമായിട്ടുള്ള ജാമിയ ഖുറവിയ്യയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പഴയ കോളേജാണ് ചോദിക്കുന്നത്. അത് ബൈസന്റിയൻ കാലത്ത് ഉണ്ടായിരുന്ന അഥവാ 425 ഉണ്ടായിരുന്ന കുല്ലിയത്ത് ഖുസ്തൻതീനിയാണ്. അതുപോലെ ഇന്ത്യയിൽ എത്ര കോളേജുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ 1043 കോളേജുകളല്ല 1043 ജാമ്യകൾ ഇന്ത്യയിലുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. അൽ ജാമിയത്തു ഹിയ മുഅസ്സസത്തുൻ ലിതഅലീമിൽ ആലി വൽ അബ്ഹാസി തംനഹു ഷഹാദത്തുൽ അക്കാദമിയ. ഒന്നാമത്തേന് തംനഹു എന്നാണ് ശരിയായ ആൻസർ. അതുപോലെ തന്നെ രണ്ടാമത്തേത് വഹുവ ഫി അസ്രിന ഐദൻ ഖുവത്തുൻ ദിമോക്രാത്തിയത്തുൻ തുകസ്സിറു, അവിടെ തുകസ്സിറു എന്നുള്ളതാണ് ശരിയായ ആൻസർ. അതുപോലെ തന്നെ മൂന്നാമത്തേത് വതുഅദ്ദി ഇലാ ഇസാലത്തി അദ്മി മുസാവാത്തി ഇല്ലത്തി തുഫ്രിദുഹ, അവിടെ എന്താണ് തുഫ്രിദുഹ എന്നുള്ളതാണ് ശരിയായ ആൻസർ. നാലാമത്തേത് ഇദാ അഖാമത്തുൽ ജാമിഅത്തു ബിമഹാമിഹ അതുപോലെ ബിശക്ലിൻ മത്ലൂബിൻ ഫഹുവ ജയ്യിദുൻ, അവിടെ ഫഹുവ എന്നുള്ളതാണ് യോജിക്കുന്നത്. അഞ്ചാമത്തേതിൽ വകാന യുദരിസു റുഹ്ബാനു റുഹ്ബാനാത്ത് എന്നുള്ളതാണ് അഞ്ചാമത്തേൽ ശരി, വകാന യുദരിസു എന്നുള്ളതാണ്. അതുപോലെ അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജുംല ഉണ്ടാക്കാനുള്ള അൽഫാദുകൾ. അൽഫാദുകളുടെ അർത്ഥം ഒന്ന് അറിഞ്ഞു വെക്കണം. അതിൽ ഒന്നാമത്തത് മനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക, വഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമാവുക, അതുപോലെ തന്നെ ലഭ്യമാക്കുക. അതുൽ മുസാവാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വം ഇല്ലായ്മ, അസമത്വം എന്നുള്ള അർത്ഥമാണ്. കുവത്തും ദീമാക്രാത്തിയ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു ശക്തി. അതുപോലെ തന്നെ റവാത്തിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി. അടുത്തതായിട്ട് റീറൈറ്റ് ചെയ്യാനുള്ളതാണ്, നമ്മൾ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി ട്രാൻസ്ലേഷൻ ഉണ്ട്. അത് രണ്ടും പൊതുവെ അങ്ങനെ കാണാറില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ അവസാനത്തിലുള്ളത് റീഓർഡർ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഓർഡർ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. അത് സാധാരണ ക്വസ്റ്റ്യൻ വരാറൊന്നുമില്ല. ഏതായാലും അതിൻ്റെ ഓർഡർ ഏതാണ്? അതിൻ്റെ ഓർഡർ ഞാൻ കറക്റ്റ് ഓർഡറിൽ പറയാം. 2, 1, 4, 3, 5 അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ജുംല ഉണ്ടാക്കാനുള്ള അൽഫാദുകളാണ്. അതിൻ്റെ അൽഫാദുകൾ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. മുഅസ്സിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ അൽ അമൂദുൽ ഫക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടല്, ബാക്ക് ബോൺ എന്നുള്ള അർത്ഥമാണ് അൽ അമൂദുൽ ഫക്രി എന്നുള്ളത്. യുഅരിഫ് എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുക. ഷജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക. തഗല്ലബ ഓവർകം ചെയ്യുക. തവ്വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുക. ഇൽത്തക്ക കണ്ടുമുട്ടുക. ഇഖ്തലത്ത കൂടി കലറുക. തഅസ്സസ സ്ഥാപിക്കുക. നാല കരസ്ഥമാവുക. പിന്നീട് അവസാനമായിട്ടുള്ള എക്സസൈസ് ഇവിടെ ശരിയും തെറ്റും നോക്കാനുള്ളതാണ്. താഴെ നൽകിയിരിക്കുന്ന ആ ജുംലകളിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. രണ്ടാമത്തെ തെറ്റാണ്. കാരണം ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ജാമിയത്തു അസ്ഹർ അല്ല, മറിച്ച് എന്താണ് ജാമിയ ഖുറവിയ്യാണ്. അതുപോലെ തന്നെ മൂന്നാമത്തവും തെറ്റാണ്. കാരണം അവിടെ പറഞ്ഞിട്ടിരിക്കുന്നത് എന്താണ്, ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ജോലിക്ക് നമുക്കെന്താണ് ജോലിയും അതിൻ്റെ ഒരു കാരണമാണ്, ജോലിക്കും കൂടെ വേണം പഠിക്കുന്നത്. പക്ഷെ ജോലിയല്ല ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം, മറിച്ച് എന്താണ് പാണ്ഡിത്യം നേടുക, അറിവ് നേടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അഞ്ചാമത്തെ തെറ്റാണ്. അഞ്ചാമത്തെ പറയുന്നത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി സ്പെയിനിലല്ല നിലനിൽക്കുന്നത്, മറിച്ച് ഇവിടെ പോർച്ചുഗലിലാണുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്പെയിനാണെന്നാണ്, അത് തെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള പാഠമാണ്. ഒന്നെന്ത് ചെയ്യാം, കോളേജുകളെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ എസ്സേ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഒരു കോളേജിനെ കുറിച്ച് ഒരു ഇൻട്രോ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളതും. ഈ 2 കോട്ടുകൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ കോളേജിൽ പഠിച്ചാലുള്ള ഉപകാരങ്ങൾ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതിയാൽ മതിയാകും. അതേപോലെ തന്നെ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള 1-2 കോളേജുകൾ അത് ഓർത്തു വെക്കണം. ഏത് ജാമിയത്ത് ഖുറവി, അതുപോലെ തന്നെ ജാമിയത്തുൽ അസ്ഹർ, അതേപോലെ കുല്ലിയത്ത് ഖുസ്തൻതീനിയ, അതുപോലെ തന്നെ ജാമിയത്തു ബൂലൂനിയ, പിന്നെ ഇന്ത്യയിലുള്ള നളന്തയും. ഈ ഒരു 5 കോളേജിൻ്റെ പേര് ഓർത്തു വെക്കുക. ഏതൊക്കെ? ജാമിയത്തു ഖുറവിയ, ജാമിയത്തു അസ്ഹർ, കുല്ലിയത്ത് ഖുസ്തൻതീനിയ, അതുപോലെ തന്നെ ജാമിയത്തു ബോലോനിയ, നളന്ത. ഈ ഒരു 5 കോളേജുകൾ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ പിന്നീട് പ്രധാനമായിട്ടുള്ളത് ഈ ഒരു കണക്കുകൾ. ഇന്ത്യയിൽ 1043 യൂണിവേഴ്സിറ്റികൾ, അതുപോലെ 42,343 കോളേജുകൾ, 11,777 പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതേപോലെ തന്നെ അമേരിക്കയിലാണെങ്കിൽ 5,300 കോളേജുകൾ, യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. ആ ഒരു കണക്കുകൂടി ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് വേറൊന്നും പഠിക്കാനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.